ഇന്ന് ആളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഫസ്റ്റ് ഡേ അറ്റ് അംഗനവാടി. അല്ലേ അഞ്ചാ? ഇന്ന് അംഗനവാടി പോവില്ലേ? പോവാൻ പോണേ അംഗനവാടിയിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യും? ബിഗ് പെൻസിൽ വെച്ച് എഴുതോ? ഹായ് ഡിയേഴ്സ്, ഇന്നൊരു കുട്ടി വ്ളോഗാണ്. ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ ആഞ്ചലീനയുണ്ട്. ഇന്നത്തെ മെയിൻ താരം നമ്മുടെ ആഞ്ചലീനയാണ്. ആഞ്ചലീനയുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആഞ്ചലീന ഇന്ന് ആദ്യമായിട്ട് അംഗനവാടിയിൽ പോകാൻ പോണേണ്. അപ്പോൾ ഒരു 10:30 കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3 വീട് അപ്പുറമാണ് അംഗനവാടി. നമുക്കിവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അംഗനവാടിയിൽ പോണ കാര്യം പറഞ്ഞ് ആളെ പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അംഗനവാടിയിൽ പോകുമ്പോൾ ഗുഡ് ഗേളായിട്ട് ഇരിക്കണം, പോയിട്ട് കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, നല്ല കുട്ടിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയില്ല ആളെങ്ങനെയായിരിക്കും ആളുടെ ഫസ്റ്റ് ഡേ എന്നത്. എനിക്കെന്തോ ടെൻഷനാണ്, എക്സൈറ്റ്മെൻ്റ് ആണ്. പുള്ളിക്കാരത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നണില്ല, പക്ഷേ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് വളരെ ടെൻഷനുണ്ട്. പുള്ളിക്കാരത്തെ എങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ഡേ, എങ്ങനെ ആൾ ഹാൻഡിൽ ചെയ്യും എന്നോർത്ത് എനിക്കെന്തോ ഭയങ്കര ടെൻഷനുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് കുറച്ച് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ ആളെ വിടാൻ പോകുന്നത്. എല്ലാ കുട്ടികളുടെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും ആസ് എ മദർ നമുക്ക് കുറച്ച് കൺസേൺ ഉണ്ടാവുമല്ലോ. ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ വിടുമ്പോൾ നമ്മുടെ അംഗനവാടിയാണ് നമ്മുടെ വീടിൻ്റെ ഒരു 3 വീട് അപ്പുറമാണ് നമ്മുടെ അംഗനവാടി. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ആളെ വേഗം ഒരുക്കട്ടെ. ഇപ്പം സമയം ഇപ്പോൾ 10:30 ആവും. കുറച്ച് ഇമോഷണലാണ് ഞാൻ. സമയം ഇപ്പോൾ 10:30 ആവാറായി. നമുക്ക് വേഗം ആഞ്ചലീന റെഡിയാക്കാം. 10:30 കഴിയുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞത്. സമയം 10:30 ആവാറായി. ആഞ്ചലീനയുടെ കസിനും കൂടെ വരുന്നുണ്ട്. ഐ ലവ് യു ടു. ആഞ്ചലീനയുടെ കസിനും കൂടെ വരുന്നുണ്ട്. അവർ ഒരുമിച്ചാണ് പോണത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം പരിചയമുണ്ട്. അവർ കസിൻസാണ്. ചെല്ലുമ്പോൾ പിള്ളേരായിട്ട് എങ്ങനെ കൂട്ടും, എങ്ങനെ മിങ്കിൾ ചെയ്യും, മിസ്സിൻ്റെ മുമ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. സാധാരണ നമ്മളെപ്പോഴും പെട്ടെന്ന് കെട്ടും. ഇന്ന് ഞാൻ കുറച്ച് ടെൻഷൻ ആയതുകൊണ്ടെന്ന് അറിയില്ല, എനിക്ക് കെട്ടിട്ട് ശരിയാവുന്നില്ല മുടി. ബിഗായിട്ടൊക്കെ തരാം. കയ്യൊക്കെ ഇവിടെ നോക്കട്ടെ. നല്ല വെയിലല്ലേ, അതുകൊണ്ട് സൺസ്ക്രീനൊക്കെ പറ്റിയിട്ട് പോകണം കേട്ടോ. മമ്മ വരും. മമ്മ വന്നിട്ട് പൊന്നിനെ ആക്കിയിട്ട് തിരിച്ചു പോരും. ബർത്ത്ഡേക്ക് അപ്പച്ചനും അമ്മച്ചും ഗിഫ്റ്റ് കൊടുത്താണ് ഈ ഒരു ബാഗ്. പുള്ളിക്കാരത്തി ഈ ബാഗ് ഇട്ടിട്ടാണ് ഇന്ന് പോവാൻ പോണത്. ബോട്ടിലാണേ. വളരെ ഹാപ്പി ആയിട്ടാണ് ആഞ്ചലീന ഇറങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ മെലീസ കൂടെ എത്തി. സോ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾക്ക് മുന്നേ ഒരു പ്രാർത്ഥന നല്ലതാണ്. 3-4 വീട് അപ്പുറമാണ് നമ്മുടെ അംഗനവാടി. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നടന്നാണ് പോയത്. ഈ ഒരു കോട്ടക്കൽ കടമ്പ ഒന്ന് കടന്നു കിട്ടണമെന്ന് പറയില്ലേ, അതെ, ആ ഒരു സ്റ്റേജിലായിരുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ അംഗനവാടി എത്തി. ദേ ഇതാണ് നമ്മുടെ അംഗനവാടി. അംഗനവാടി എത്തിയപ്പോൾ തന്നെ നമ്മളെക്കാളും മുന്നേ ഓടി കയറിയത് അഞ്ജലീനയായിരുന്നു. കാരണം അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു പുള്ളിക്കാരത്തി. വെറുതെ അല്ല, കുറച്ച് ദിവസങ്ങളായി പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ മിസ്സിനെ കാണുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യണമെന്ന് ആഞ്ചലീനയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരത്തി ആ കാര്യം മറന്നില്ല. മിസ്സിനെ കണ്ടപ്പോൾ തന്നെ അങ്ങ് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അങ്ങനെയല്ലേ? കുറച്ച് കൂളായിട്ട് ആ കാര്യങ്ങളെല്ലാം ആഞ്ചലീന ഹാൻഡിൽ ചെയ്തപ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമായി. ഏതാണ്ടൊക്കെ ഒരേ പ്രായത്തിലുള്ള കുറച്ച് പേര് ഒരുമിച്ച് കണ്ടതിന്റെ ഒരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെന്റും ഒക്കെ നമ്മുടെ കുട്ടീസിന്റെ ഫേസിലുണ്ടായിരുന്നു. ഇനി അവരുടെ ഇന്ററാക്ഷൻ ബേബിയാണെന്ന് പറഞ്ഞല്ലേ? ഇപ്പൊ ഇനി എല്ലാ ദിവസവും മുടങ്ങാതെ വരൂല്ലേ? മെലിസ വരൂല്ലേ? ഗുഡ് ഗേൾ അല്ലേ? അയ്യോ, മെലിസ ആഞ്ചലിന് ഗുഡ് ഗേൾസ് ആണ്. അങ്ങനെ നമ്മുടെ കുട്ടീസിനെ മിസ് പരിചയപ്പെട്ടു. ഇനി മറ്റു കുട്ടികളായിട്ട് പേര് ചോദിച്ചും പറഞ്ഞോക്കി അവർ പരസ്പരം പരിചയപ്പെടുന്ന ആ ഒരു ടൈമായിരുന്നു. അധികം നേരം അവിടെ നിൽക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് സ്കിപ്പാവാന്ന് കരുതി. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ മെലീസയുടെ കണ്ണൊന്ന് നിറഞ്ഞോട്ടോ.
അത് കണ്ടപ്പോൾ നമുക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നി. പക്ഷേ ഇതൊക്കെ ലൈഫിൻ്റെ ഒരു സ്റ്റേജ് അല്ലേ, ഇതെല്ലാം കുട്ടികൾ താനേ സർവൈവ് ചെയ്യണം. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ആഞ്ചലീനയെ അംഗനവാടിയിലാക്കിയിട്ട് ഇപ്പോൾ തിരിച്ച് വന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. മിസ്സിൻ്റെ കൂടെ അത്യാവശ്യം ഒന്ന് കണക്റ്റായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ കടലിലെ കാഴ്ച വേണ്ട ബാക്കിലത്തെ ഞാൻ ബാക്ക് ക്യാമറ വഴി. നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ കടലാണ്. സോ അവിടെയൊക്കെ മീൻ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പണി അടപ്പുണ്ട് കടലിൽ. അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ ആഞ്ചലീനയെ അംഗനവാടിയിലാക്കി തിരിച്ചിപ്പോൾ എത്തിയിട്ടുണ്ട്. ആൾ വലിയ കുഴപ്പമൊന്നുമില്ല, കൂളായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ആളുടെ സമപ്രായത്തിലുള്ള കുറച്ച് പിള്ളേരെ കണ്ടപ്പോഴേക്കും ആൾ കുറച്ച് ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ കസിൻ സിസ്റ്റർ, അതായത് ആഞ്ചലീനയുടെ സിസ്റ്റർ മെസ്സ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആളൊന്ന് പെട്ടെന്ന് കരഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് പോന്ന്. അതേ നിന്നാൽ ചിലപ്പോൾ ആഞ്ചലീനയും കൂടെ കരഞ്ഞാലോ എന്ന് ഓർത്തിട്ട് നമ്മളവിടെ നിന്നില്ല, പെട്ടെന്ന് പോന്ന്. ഒരു 10:45 ആയപ്പോഴാണ് നമ്മൾ കൊണ്ടാക്കിയത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 12 ആകുമ്പോഴേക്കും 2 പേരെ തിരിച്ചു കൊണ്ടുവരും. കാരണം അംഗനവാടി 3:30 മണി വരെ എന്തോ ഉള്ളത്. അപ്പോൾ ഉച്ചക്കത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരവിടെ തന്നെ കിടത്തിയാൽ ഉറക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫുൾ ടൈം പിള്ളേരെ ഇരുത്തുന്നില്ല. ഒരു 12 കഴിയുമ്പോൾ നമ്മൾ പോയി കൊണ്ടുവരും. കുറച്ച് നേരം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോട്ടെ എന്ന് കരുതി കുറച്ച് നേരം മാത്രമായിട്ട് പോയിട്ട് ആ ടൈം അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാമെന്നാണ് നമ്മുടെ പ്ലാൻ. ആഞ്ചലീന പെട്ടെന്ന് തന്നെ ആൾക്കാരോട് മിങ്കിളാവും ആൾ. പ്രത്യേകിച്ച് പുള്ളിക്കാരത്തിൻ്റെ സമപ്രായത്തിലുള്ള പിള്ളേരോടൊക്കെ പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് മിങ്കിളായിക്കോളും. അതിൻ്റെ ഒരു സമാധാനത്തിലാണ് നമ്മൾ തിരിച്ചു വന്നത്. പുള്ളിക്കാരത്തി ഓക്കെയാണ്. സത്യം പറഞ്ഞ പ്രശ്നം എനിക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്തോ ഒരു ടെൻഷനോ എന്തോ വല്ലാത്തൊരു എന്തൊക്കെയോ ഫീലിങ്സ് എനിക്ക് മാത്രമാണ് സത്യം പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരത്തി പകല് സമയങ്ങൾ ഇവിടെ കിടന്ന് ഓടിക്കളിച്ച് തിമിർത്തടക്കണതാണ്. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ ആളില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ അങ്ങനെയാണല്ലോ പിള്ളേരുടെ ലൈഫിൽ ഒരു സ്റ്റേജ് അങ്ങനെയാണല്ലോ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഇനിയിപ്പോൾ പിള്ളേരുടെ സ്കൂൾ ലൈഫ്, അവരുടെ അംഗനവാടി ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ടെൻഷനുണ്ട്, ഭയങ്കര ഇമോഷണലാണ് ഞാൻ. ആഞ്ചലീനയുടെ ലൈഫിൽ എന്തോ വലിയൊരു സംഭവം നടന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നണത്. വട്ടെവർ, നമുക്ക് എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ, അതായത് ഒരു 12:30 ആകുമ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ 2 കുട്ടീസിനെയും തിരിച്ചു കൊണ്ടുവരാം. എന്താ അവസ്ഥയെന്ന് അറിയില്ല. ഇടയ്ക്ക് ഞാൻ അവിടെ പോയി നോക്കിയൊന്നുമില്ല, എന്തോ നോക്കണം എന്നൊക്കെ തോന്നി. എന്തായാലും അങ്ങോട്ട് പോയില്ല ഞാൻ, നമ്മൾ അടുത്ത് തന്നെയല്ലേ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സ് വിളിക്കും. പക്ഷേ ഇതുവരെ നമ്മുടെ അംഗനവാടിയിലെ ബിന്ദു മിസ്സിൻ്റെ വിളിയൊന്നും വന്നില്ല. അപ്പോൾ ഐ തിങ്ക് നമ്മുടെ പിള്ളേരൊക്കെ ഓക്കെ ആണെന്ന് കരുതുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പോയി പിക്ക് ചെയ്യാം. എന്നിട്ട് പുള്ളിക്കാരത്തിനോട് ചോദിക്കാം എന്തായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് എന്ന്. പുള്ളി കളിയായിരിക്കും, എന്ത് പഠിത്തം അംഗനവാടിയിൽ. പുള്ളിക്കാരത്തിയുടെ കളിച്ചൊക്കെ നടക്കുമായിരിക്കും, കഥയൊക്കെ കേട്ട്. ആളൊന്ന് വരട്ടെ, നമുക്ക് പോയി ഒരു 12:30 ആകുമ്പോൾ പോയി പിക്ക് ചെയ്യും. നമ്മൾ ആഞ്ചലീനെ വിളിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ആൾ നല്ല മൂഡിലാണെങ്കിൽ നമ്മുടെ കൂടെ തിരിച്ച് വരുമെന്നാണ് ഇപ്പം നമ്മുടെ ഡൗട്ട്. അംഗനവാടിയിൽ നമ്മൾ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, നമ്മുടെ 2 കുട്ടീസും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ അവിടുത്തെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നൊരു കാഴ്ചയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം അവരുടെ ഫസ്റ്റ് ഡേറ്റ് അംഗനവാടി അങ്ങനെ അവർ കംപ്ലീറ്റ് ചെയ്തു. ആഞ്ചലീൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരുന്നു ആഞ്ചലീന ഇവിടെ ഫുൾ ഹാപ്പി ആയിരുന്നു എന്ന്. പുള്ളിക്കാരത്തിയുടെ ഫസ്റ്റ് ഡേറ്റ് അംഗനവാടി അവൾ നന്നായി എൻജോയ് ചെയ്തു എന്ന്. തുടക്കത്തിൽ ചെറിയൊരു വിഷമം കാണിച്ചെങ്കിലും നമ്മുടെ മെലീസയും ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് സിങ്കായി കഴിഞ്ഞിരുന്നു ആ സമയത്ത്. സോ അവിടെ ചെന്നതിന് ശേഷം ആഞ്ചലീന അവിടുത്തെ ഓരോ കാര്യങ്ങൾ എന്നെ പരിചയപ്പെടുത്തരുന്ന തിരക്കിലായിരുന്നു. സോ പിള്ളേരുടെ കൂടെ കുറച്ച് ടൈം ഞാനും അംഗനവാടി സ്പെൻഡ് ചെയ്തു. മിസ്സിനോട് യാത്രയും പറഞ്ഞ് അവിടെ നമ്മുടെ കുട്ടീസിനെ കൊണ്ട് തിരിച്ചു പോന്നു. അങ്ങനെ അവരുടെ ഫസ്റ്റ് ഡേറ്റ് അംഗനവാടി അങ്ങനെ കംപ്ലീറ്റ് ആയി. എന്തോ വലിയൊരു കാര്യം സാധിച്ച് തിരിച്ചു വരുന്നതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു നമ്മുടെ ആഞ്ചലിനക്ക്. സോ ആ ഒരു ഫേസ് എക്സ്പ്രഷനിൽ ഞാനും വളരെ ഹാപ്പി ആയിരുന്നു. വേഗം പോയി ബാഗ് വെച്ചിട്ട് വാ, നമുക്ക് മെലീസിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. സോ ബാഗും വെച്ച് പുള്ളിക്കാരത്തിൻ്റെ ഫേവറേറ്റ് ടോയിനെയും കൊണ്ട് വരുന്ന വഴിയാണ്. ഇനി ഞങ്ങൾ നേരെ മെലീസയുടെ വീട്ടിലേക്ക്. മെലീസയുടെ വീട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3-4 വീട് അപ്പുറമാണ്. സോ ഇനി അങ്ങോട്ടേക്ക് ആക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ആഞ്ചലീനയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ കുട്ടീസിൻ്റെ ഫേസ് കണ്ടാൽ അറിയാലോ അവർ നന്നായി എൻജോയ് ചെയ്തെന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.